ഓർമ്മകൾ അയവർക്കുകയാണ്. മലയാളത്തിൽ പറയണം. ഓർമ്മകൾ അയവർക്കുന്നു. ഇതായിരുന്നു ഹിറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ ഇടിച്ച്. ഇതെന്തായിരുന്നു? ഇത് നമ്മുടെ റേഷൻ കട ആയിരുന്നു. ഞങ്ങളുടെ ഉപ്പാപ്പാന്റെ റേഷൻ കട ആയിരുന്നു. പണ്ട് ഞാനും ഫയാസും പാമ്പിനെ കണ്ടു ഓടി വന്ന് ഉമ്മ ഒഴിച്ച് ബാക്കി നാട്ടിൽ മൊത്തം കേട്ട്. അപ്പോ ഒരുപാട് ഓർമ്മകൾ ഞങ്ങൾക്ക് ഇവിടെ. ഇത്ത തന്നെ ഒരു ഓർമ്മ കേൾക്കണം. ഓക്കെ, എൻ്റെ ഉള്ള ഓർമ്മയെക്കാളും നടന്ന സംഭവത്തിനേക്കാളും ഞാൻ ഒരുപാട് പേടിച്ച് സ്വപ്നം കണ്ടിട്ടുള്ളൊരു കാര്യം പറയാം. എനിക്ക് 6-ൽ 7 പഠിക്കുമ്പോൾ എൻ്റെ സ്കൂളിലെ പ്രിൻസിപ്പള് പാപ്പാനെ വിളിപ്പിക്കാൻ പറഞ്ഞു. പാപ്പാനെ വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാമെന്ന് പറഞ്ഞു. എന്തിന്? ഞാനിപ്പോ പോക്കറ്റിൽ നിന്ന് 30 രൂപ കട്ടെടുത്ത് കിൻഡർ ജോയ് വാങ്ങിയിട്ട് അതിന്റെ കവർ എന്റെ ബാഗിന് സ്കൂളിൽ നിന്ന് പിടിച്ചു. സ്കൂളിൽ ബാഗ് ചെക്ക് ചെയ്തപ്പം എന്റെ ബാഗിൽ കിൻഡർ ജോയുടെ കവർ. പിന്നെ എന്തിനായിരുന്നു? സ്കൂളൊക്കെ കോൺസ്കൂളായിരുന്നു. മറ്റേ സെന്റ് ജോസഫ് പഠിപ്പിയാണ്. അതെ, ഐ അഗ്രി. സോ നിങ്ങൾ അഗ്രി ചെയ്തില്ലെങ്കിൽ ഇതെങ്ങനെ ഉപ്പാപ്പോയോട് ഞാൻ പറയും? ഇങ്ങനെ സ്കൂളിൽ നിന്ന് വിളിപ്പിച്ചെന്ന് ഞാൻ എങ്ങനെ പറയും? പാപ്പാന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ട് ആ കാശ് കൊണ്ട് കിൻഡർ ജോയ് മേടിച്ച് കഴിച്ചു. എന്നിട്ട് പാപ്പാനെ വിളിക്കുന്നത് പാപ്പാനോട് എങ്ങനെ പറയാം? അപ്പൊ ഞാനിത് എങ്ങനെ പറയൂ എന്നുള്ള കുറെ സിനാരിയോസ് എന്റെ മനസ്സിൽ തന്നെ ആലോചിച്ച് ഏറ്റവും ഹെവി ആയിട്ടുള്ള സിനാരിയോ ഇതായിരുന്നു. ഉമ്മാനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ റൂമിൽ ഇട്ട് പൂട്ടിത്തല്ലും. കൊല്ലു തന്നെ, ഞാൻ ചത്ത്. അപ്പൊ ചൂരിലൊക്കെ എടുത്തിട്ടായിരുന്നു. ഉമ്മ ഇത് അറിയരുത്, അതാണ് എന്റെ മാസ്റ്റർ പ്ലാൻ എയിം. അപ്പോൾ ആരും അറിയാണ്ട് ഞാൻ നേരെ പപ്പാന്റെ റേഷൻ കടയിലേക്ക് വരുന്നു. ഇതാണ് ആ റേഷൻ കട. പപ്പാന്റെ അടുത്ത് പോവാ, എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട് എന്റെ ജീവിതത്തിന്റെ. ശരിക്കും ആ സമയത്ത് ഇതൊക്കെ ബിഗ് ഡീലായിരുന്നു. എന്റെ സ്നാപ്പിന്റെ ടൈം ഔട്ട് ആയി. അടുത്ത സ്നാപ്പിൽ ബാക്കി പറയാം. അപ്പോ ഞാൻ എന്നിട്ട് ഇവിടെ റേഷൻ കടയിൽ വരുന്നു. പപ്പാന്റെ അടുത്ത് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സീരിയസ് ആയിട്ട് ജീവിതത്തിന്റെ വഴിയൊരു മാറ്റം പറയാനുണ്ടെന്ന് പറയുന്നു. പപ്പാന്റെ അടുത്ത് ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, ഷട്ടർ ഇടണം പുറത്തുനിന്ന്, എനിക്ക് അകത്തുനിന്ന് പറയാനാണെന്ന് പറഞ്ഞു ഷട്ടർ ഇടിക്കുന്നു. നേരെ പപ്പാന്റെ കാലി വീഴുന്നു. എന്നോട് മാപ്പാക്കണം. തെറ്റുപറ്റിപ്പോയി. ഞാൻ പപ്പാന്റെ പോക്കറ്റിൽ നിന്ന് 30 രൂപ മോഷ്ടിച്ചു. ഇത് നടന്ന സംഭവം പോലും അല്ല. ലൈക്ക് ഇങ്ങനെ ചെയ്യണം എന്നായിരുന്നു എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചു വെച്ചിരുന്ന സ്കീം, എന്റെ ഗ്രാൻഡ് സ്കീം. നടന്നതെന്ന് പറഞ്ഞാല് വെളുപ്പാങ്കാലത്ത് ഉമ്മ ആ സമയത്തൊക്കെ 5 മണിക്ക് എന്താ എഴുന്നേപ്പിക്കും. 5 മണിക്ക് മുമ്പ് എഴുന്നേപ്പിച്ച് തുടങ്ങുമ്പോൾ ഞാൻ പപ്പാന്റെ അടുത്ത് പോയി നൈസായിട്ട് പോയി കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പപ്പ സ്കൂളിലോട്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൽ വിളിപ്പിച്ചിട്ടുണ്ട്. ജോയി കഴിച്ചതിനാണെന്ന് പറഞ്ഞു. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ആള് ചോദിച്ചില്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല. ഇത് ആ സ്റ്റോറി ഉപ്പാപ്പ ഒരു പാവമായോണ്ട് കഥ രക്ഷപ്പെട്ടെ. അല്ലെങ്കിൽ ഒരു കിൻഡർ ജോയ് അല്ലേ? കിൻഡർ ജോയ് ഇത് ഭയങ്കര. എനിക്കുള്ളൊരു ഓർമ്മ എന്താണ്, ഓടി വന്ന് നിന്റെ ഓർമ്മയോട് ആരും ചോദിച്ചില്ല. ഓക്കെ ഗൈസ് ബൈ. എന്റെ ഓർമ്മ ചോദിച്ചില്ല. ഓക്കെ ബൈ. അല്ലേലും ആർക്കും എന്നെ വേണ്ട. ബൈ.